Okay, let's start. Voice clear അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഹലോ, വോയിസ് ക്ലിയർ ആ സാർ? ഓക്കെ ഓക്കെ. ഓക്കെ ദെൻ അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സിനെ കുറിച്ചുള്ള കുറച്ചൊരു കാര്യങ്ങൾ പറയാനും അതുപോലെ തന്നെ നമ്മുടെ ഹോളിഡേയ്സിനെ പറ്റിയൊക്കെ കുറച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ വെച്ചത്. ഓക്കെ, ആൻഡ് സോ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തോ എല്ലാവരും? CH340 ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തോ? അത് ഓൾറെഡി ഉണ്ടാവും. ചില സിസ്റ്റത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ട് വരും, പിന്നെ ലിനക്സിലൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾ ചില സിസ്റ്റത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ? പ്രശ്നമില്ല. അത് ആരെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നോ? CH340 ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നോ? ഇൻസ്റ്റാൾ ചെയ്തില്ല സാർ, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ചെയ്തില്ല അല്ലേ? ഓക്കെ. ഇതിനകത്ത് ഇപ്പോൾ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ എന്ന്. പഠിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, അതായത് മൊബൈൽ ഫോൺ ഈ ഡെസ്ക്ടോപ്പും അത് ലാപ്ടോപ്പും ഒന്നും ഇല്ലാതെ പഠിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ഇഷ്യൂ വരുന്നത് കോഡ് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ്. കുറേ മുന്നേ ആൻഡ്രോയിഡിൻ്റെ പഴയ വേർഷൻസിലൊക്കെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ആൻഡ്രോയിഡ് ഈ അർഡുനോ കോഡ് അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ അത് വർക്കാവുന്നില്ല. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് വർക്കാവുന്നില്ല. സോ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് നമുക്ക് വേണം എന്തായാലും, കോഡിങ് ചെയ്യണമെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ജസ്റ്റ് തിയറി ക്ലാസ് കേൾക്കുന്ന പോലെ കേട്ട് പഠിക്കാനാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നോ? ചെയ്തോ? ഓക്കെ. അതുപോലെ തന്നെ ആർഡുനോ ഐ ഡി ഇൻസ്റ്റാൾ ചെയ്തോ? ആക്ച്വലി നമ്മൾ ഇതിനകത്താണ് നമ്മൾ കോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആർഡുനോ ഐ ഡി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് കോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ CH340 എന്ന് പറഞ്ഞ ഡ്രൈവർ ഉണ്ടല്ലോ, അത് നമ്മുടെ സ്പെസിഫിക് ആർഡുനോ ബോർഡ് ഉണ്ട്. അപ്പോൾ ആ ബോർഡിന് ഇത് കോഡിങ് എടുക്കണമെങ്കിൽ, അത് പോർട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ. എല്ലാ ആർഡിനോ ബോർഡ്സിനും അങ്ങനെ ഇല്ല, ചില ബോർഡ്സിനും അങ്ങനെയാണ്. ഞാൻ വീണ്ടും ചോദിക്കാൻ, ഈ സൈസ് ഉള്ളവർക്ക് ഈ പറയുന്ന ടേംസ് മനസ്സിലാവോ ഇവന്? അതാണ് ഞാൻ പറഞ്ഞത്, പാരന്റ്സിന്റെ ഗൈഡൻസ് നമുക്ക് പറ്റും. എനിക്ക് ഫ്രഞ്ച് മൂവി കാണുന്ന പോലെ ഉണ്ടാകും, കാരണം നമുക്ക് കമ്പ്യൂട്ടർ എന്നല്ലാണ്ട് ഈ ടെർമിനോളജി നമുക്ക് ഫെമിലിയർ അല്ലല്ലോ. ഇംഗ്ലീഷ് ലാംഗ്വേജ് വായിക്കുന്നു, പക്ഷെ ആ പറയണത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഹാൻഡ്സ് ഓൺ പ്രൊജക്ട് ഓക്കെ, അത് അവൻ ചെയ്യും. പക്ഷെ ഈ പറയുന്ന കോഡിങ്, അതിന്റെ ആ ജാർഗൺസും ആ കോഡിങ് എൻഡ് ഓഫ് ദിസ് കോഡ് പറയുമ്പോ കോഡ് എന്താണെന്ന് മനസ്സിലാകാത്ത ഒരു പ്രായം ആയിട്ടില്ലല്ലോ. ആക്ച്വലി നമുക്ക് ഈ ഒരു സെഷനിൽ 15 days സെഷനിൽ ബേസിക് മുതലേ കോഡിങ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല 15 days കൊണ്ട്. നമ്മൾ ഇതിനകത്ത് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഇലക്ട്രോണിക്സ് മുതൽ പിന്നെ ഓരോ സെൻസേഴ്സിനെ പറ്റി പഠിച്ച്, പിന്നെ അതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് പഠിച്ച്, പിന്നെ ജസ്റ്റ് കോഡ് വരുന്ന സമയത്ത് കോഡ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു സെഷൻ മാത്രമേ ഉള്ളൂ. കോഡ് അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ കോഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ കുട്ടി ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്കിപ്പം ഇതിനകത്ത് ഓൾറെഡി ആർഡുനോ ബേസിക്സ് അറിയുന്ന ആൾക്കാരുണ്ട്, അതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും കവർ ചെയ്യണം. എല്ലാവരെയും കവർ ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. സോ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എടുക്കാം. എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റുന്നവരല്ല, എടുക്കാൻ പറ്റുന്ന അതെ, നമ്മൾ കൺസിഡർ ചെയ്തിട്ട് എടുക്കുള്ളൂ. ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും കൺസിഡറേഷൻ ഉണ്ടാവും. അപ്പോൾ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുക, ബാക്കിയുള്ളത് ജസ്റ്റ് പിന്നെ പഠിക്കാമല്ലോ. ഓക്കെ. ഈ ലൈവ് 7 to 9 എവറി സിംഗിൾ ഡേ 15 days കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഉണ്ടാവും. ലൈവ് ഉണ്ട്. 7 to 9 ആയിരിക്കില്ല, ഒരു 8 to 8:30 വരെ ഉണ്ടാവുള്ളൂ. 8 to 8:30 ഉണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ. കാരണം അല്ലെങ്കിൽ ഈ 2 hours ഒക്കെ പിടിച്ചിരുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പ്രാക്ടിക്കലാണ് മോർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് തിയറിയും ബാക്കി പ്രൊജക്ട് ചെയ്യലാണ്. അപ്പൊ ഈ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ടൈം എടുക്കുന്നോ അതിനനുസരിച്ച് ക്ലാസ് ഹാൻഡ്സ് ഓൺ ആയി പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ലേ? അത് അവരെ കൊണ്ട് പറ്റുണ്ടായില്ലേ? പറ്റും. ഈ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കോഡൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഗൈഡൻസ് കൊടുക്കുക. പാരന്റ്സ് എന്തായാലും ഒരു ഗൈഡൻസ് കൊടുക്കുക.
അതുപോലെ ഐഡിയുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത കമ്പോണൻസിന് കൂടുതലായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിറ്റിനകത്ത് ഒരു 9 വോൾട്ട് ബാറ്ററി വെച്ചിട്ടുണ്ട്. കണ്ടോ? കിറ്റ് കണ്ടില്ല എല്ലാവരും? കിറ്റിനകത്ത് ഒരു 9 വോൾട്ട് ബാറ്ററി കിട്ടിയില്ലേ? നമുക്ക് ചെക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാർക്കൊക്കെ എത്തിയല്ലേ, ഡെലിവർ ആയി. അത് അതെ, ഒരു 9 വോൾട്ട് ബാറ്ററി മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ നമ്മൾ ഈ 9 വോൾട്ട് ബാറ്ററി എന്ന് പറഞ്ഞാൽ അതിന് കപ്പാസിറ്റി തീരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 2-3 ബാറ്ററീസ്, 20 രൂപയേ ഉള്ളൂ ആ ബാറ്ററിക്ക്. അപ്പോൾ ഒരു 2-3 ബാറ്ററീസ് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കാം. അതുപോലെ പറ്റുകയാണെങ്കിൽ 3.7 വോൾട്ടിൽ ലിഥിയം അയോൺ ബാറ്ററി കൂടി വാങ്ങി വെക്കാൻ നോക്കാം. അയ്യോ, ഇതൊന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കോ. എക്സ്ട്രാ വാങ്ങേണ്ട സാധനങ്ങൾ ഒന്ന് ഗ്രൂപ്പിൽ, കാരണം ഇതെല്ലാം നമുക്ക് കേട്ടുമ്പോ ഇത് ഏതാന്ന് മനസ്സിലാവില്ല, കൺഫ്യൂഷൻ ആണ്. ഒന്ന് ഗ്രൂപ്പില് ഇനി വേണ്ട ലിസ്റ്റിന്റെ ഒന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തിട്ടാ മതി. പിന്നെ അതിനകത്ത് ഒരു മോട്ടോർ ഡ്രൈവർ ഉണ്ടല്ലേ, അതായത് ഒരു റെഡ് കളർ ഒരു കമ്പോണന്റ് L298 എന്ന് പറഞ്ഞൊരു മോട്ടോർ ഡ്രൈവർ ഉണ്ട്. മോട്ടോർ ഡ്രൈവർ ഒരു റെഡ് കളർ ഒരു കമ്പോണന്റ് ഉണ്ട്, മോട്ടോർ ഡ്രൈവർ. കിട്ടിയോ? അപ്പോൾ അതിനകത്ത് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ് കണക്ഷൻ ചെയ്യുക. സ്ക്രൂ ചെയ്തിട്ട് കണക്ഷൻ ചെയ്യേണ്ട ഒരു പാർട്ട് അതിലുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു സ്ക്രൂ ഡ്രൈവർ കൂടെ കയ്യിൽ കരുതുക. അതുപോലെ ഈ മോട്ടറിൽ കണക്ഷൻ കൊടുക്കുന്ന കാര്യം, മോട്ടറിൽ DC മോട്ടറിൽ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് സോൾഡറിങ് ആണ്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും സോൾഡറിങ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, വയർ കെട്ടി എങ്ങനെ സോൾഡറിങ് ഉള്ളവർ അത് തന്നെ ചെയ്യുക. അല്ലാത്തവർ അതിനകത്തൊരു ഹോൾ ഉണ്ട്. അപ്പോൾ ആ ഹോളിലൂടെ എന്ത് ചെയ്യാം, വയർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫിറ്റ് ചെയ്യാം. വേറെ വഴിയില്ല. സോൾഡറിങ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് അത് വേറെ വഴിയില്ല, നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കണമല്ലോ. അതായത് നമ്മളിതിനകത്ത് അവസാനമായിട്ട് ചെയ്യുന്നൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു കാറാണ്, ബ്ലൂടൂത്ത് കൺട്രോൾഡ് ആയിട്ട് ഒരു കാർ. അപ്പോൾ ആ കാർ ചെയ്യുന്ന സമയത്ത് അതിനൊരു ബോഡി, ഒരു ഷേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോം ബോർഡ് വാങ്ങിക്കും. ഫോം ബോർഡ് അല്ലെങ്കിൽ കാർഡ് ബോർഡ് ആയാലും മതി, പക്ഷേ ഫോം ബോർഡ് ആയിരിക്കും ബെറ്റർ. ഒരു ചെറിയ പീസ് ഫോം ബോർഡ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഒരു ചെറിയ പീസ് ഫോം ബോർഡ് വാങ്ങി വെക്കാം. അത് 3 or 5 എടുത്തു. 3 mm അല്ലെ 5 mm എടുത്തോ. ഇങ്ങനത്തെ കമ്പോണൻസ് കിട്ടുന്ന കടയിലുണ്ടാവുക ഈ ഫോം ബോർഡ്? ഫോം ബോർഡ് ബുക്ക് സ്റ്റോർ പോലത്തെ സ്ഥലങ്ങളുണ്ടാവും. സ്റ്റേഷനറി ബുക്ക് സ്റ്റോറിൽ ഉണ്ടാവുള്ളൂ അല്ലേ? 3 or 5 mm ഫോം ബോർഡ് അല്ലേ? അതും കൂടി സ്റ്റിക്കറിംഗ് ഷോപ്പിലും കിട്ടുമല്ലോ. എങ്ങനെ സ്റ്റിക്കറിംഗ് ഷോപ്പില് ഈ സ്റ്റിക്കർ ഒക്കെ ഇല്ലേ, ഈ വണ്ടിയുടെ അവിടുത്തെ കിട്ടുമായിരിക്കും. സാറേ ഒരു കാർബോർഡിന്റെ പീസ് കണ്ടിച്ച സൈസ് കടിച്ചാ പോരെ? മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവും. ഫോം ബോർഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഷേസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ബേസിക് ഇലക്ട്രോണിക്സ് അറിയാത്ത ആൾക്കാർ എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. 1 2 3. ഓക്കെ. ബേസിക് ഇലക്ട്രോണിക്സ് അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഓൾറെഡി ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ബേസിക് ഇലക്ട്രോണിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൺസെപ്റ്റ്സ് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി പോവുക. ഡീപ്പായിട്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. എന്തായാലും സ്റ്റാർട്ടിങ് മുതലേ ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നവരെ, ബേസിക് ഇലക്ട്രോണിക്സ് മുതൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നവരെ 15 ഡേയ്സിൽ മാക്സിമം കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എന്ത് ചെയ്യുക, ഫുൾ സപ്പോർട്ട് നമുക്ക് വേണം. അതായത് ഈ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്തും അതുപോലെ പാരൻസിൻ്റെ എല്ലാവരുടെ അടുത്തും ഒരു ഫുൾ സപ്പോർട്ട് വേണം. അതായത് പെട്ടെന്ന് അതായത് സമയത്ത് തന്നെ പ്രോജക്റ്റ് മാക്സിമം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡൗട്ട്സൊക്കെ ആ ഒരു സമയത്ത് തന്നെ മാക്സിമം ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. സാർ ഇതിന്റെ റെക്കോർഡ് സെക്ഷൻ അവൈലബിൾ ആയിരിക്കത്തില്ല, ഞാൻ വർക്കിംഗ് പേഴ്സൺ, അതുകൊണ്ടാണ്. റെക്കോർഡിംഗ് സെഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡിങ്സ് ഇത് കഴിഞ്ഞിട്ട്, അതായത് യൂട്യൂബിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. യൂട്യൂബിൽ പ്രൈവറ്റ് ആയിട്ട് നിങ്ങളുടെ ഇമെയിൽ ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. പിന്നെ വരുന്നൊരു കാര്യം, സാറ്റർഡേ സൺഡേ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ April 1 മുതൽ 15th വരെയാണ്. സാറ്റർഡേ സൺഡേ ഒന്നും അവോയ്ഡ് ചെയ്യാണ്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഹോളിഡേയ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? സാറ്റർഡേ സൺഡേ ഫ്രീ. എങ്ങനെ? നോർമൽ ടൈമിംഗ് അല്ലേ 7 to 8:30. 7 to 8:30. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് വിഷു വരുന്നുണ്ട്. ആ ടൈം 14th 15th വിഷു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു ഹോളിഡേ ആക്കാം. അതിന് പകരം വേറെ ക്ലാസ് ഉണ്ടാവോ? വേറെ ക്ലാസ് ഉണ്ടാവും. 15 days അല്ലേ ക്ലാസ്. അപ്പോൾ ഒരു ഡേ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ദിവസം ക്ലാസ് ഉണ്ടാവും. 15 days. ഇതിലിപ്പോൾ ഇനി ആർക്കെങ്കിലും എക്സ്ട്രാ കിറ്റ് വേണോ? ഓൾറെഡി ഓർഡർ ചെയ്യാത്ത ആർക്കെങ്കിലും കിറ്റ് വേണോ? ആരുമില്ല അല്ലേ? ഇത് ഇപ്പൊ എന്റെ കിറ്റ് എപ്പോ കിട്ടും? എങ്ങനെ കിറ്റ് എപ്പോ കിട്ടും? അവിടെ നിന്ന് ഷിപ്പായി മാത്രമേ കിട്ടിയിട്ടുള്ളൂ മെസ്സേജ്. അതിനകത്ത് വരുന്നില്ലേ, അതായത് അപ്ഡേറ്റ്സ് വരുന്നില്ലേ വാട്സപ്പിൽ? അല്ല, ഒരേയൊക്കെ വന്നു, ഇനിയും ബാലൻസ് ഒന്നും വന്നിട്ടില്ല. അതായത് കണ്ണൂരിൽ നിന്ന് ഷിഫ്റ്റ് ആയി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 2 ദിവസമായി കിട്ടിയിട്ട്. ഇത് ഓരോ ആൾക്കാർക്ക് ഓരോ ടൈം എടുക്കുന്നുണ്ട്. ചില സ്ഥലത്തേക്ക് ഒരു ദിവസം കൊണ്ട് എത്തുന്നുണ്ട്. അങ്ങനെ ടൈം ഡിലേ ഉണ്ട്. കാര്യമാക്കണ്ട, എന്തായാലും ക്ലാസ്സിന് മുന്നേ എന്തായാലും കിട്ടും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇപ്പൊ തന്നെ. ക്ലാസ്സിന്റെ ടൈമിങ്ങിന്റെ കാര്യത്തിൽ ആർക്കും ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ അല്ലേ? 7 to 8:30 ഓക്കെ അല്ലേ? 7:30 to 8:30 ആണോ? 7 to 8:30 ആണ് ഇപ്പോൾ ഉള്ളത്. 7 to 8:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറക്റ്റ് സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമോ, അല്ല അങ്ങനെ വൈകിക്കൊണ്ട് പോകും? ഇല്ല, ഒരു ടൈം പറഞ്ഞാൽ ആ ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇന്നിപ്പോ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഒരു 15 minutes നേരത്തെ ആക്കിയത്. അതായത് 15 minutes നേരത്തെ ലിങ്ക് ഇട്ടത്. എങ്ങനെ എന്താണ് ഉണ്ടാക്കാന്നാ? സിലബസ് ഉണ്ടായിരുന്നു. നിങ്ങള് കുറച്ചു പേർക്ക് സിലബസ് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിലബസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടില്ല. എന്നോട് ചോദിച്ച ആൾക്കാർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സിലബസ് സിലബസ് ഒന്നും ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തില്ല. എന്നിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം. ചേട്ടാ, ഈ ക്ലാസ്സിൽ നമുക്ക് ഈ ക്യാമറ, മൈക്ക് ഇതൊക്കെ ആവശ്യമുണ്ടോ? ക്യാമറന്റെ കാര്യം ഇല്ല. ബെറ്റർ നമ്മളെപ്പോഴും ക്ലാസ്സിൽ എപ്പോഴും ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു ലെക്ചറിങ് പോലത്തെ ക്ലാസ് നമ്മൾ എടുക്കാറില്ല. നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ബെറ്റർ ക്യാമറയും മൈക്കും ഒക്കെ ഓണാക്കി സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ, അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ. അല്ല, ക്യാമറ കുറച്ച് ക്ലാരിറ്റി കുറവാണ്. കമ്പ്യൂട്ടറിന്റെ ക്യാമറ ആൽബിൻ അല്ലേ ഇത്? അതെ. ആൽബിൻ ഓൾറെഡി നമ്മളൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ട്. നമ്മള് വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തു. യെസ്, വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.